പുറത്തേക്ക് ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ആളുകൾ പരീക്ഷിക്കും. അവൾക്ക് നല്ല ശല്യം ഉണ്ടായിരുന്നു, കൂട്ടുകാരും കുട്ടികളും. റോട്ടിൽ കൂടെ ഇവള് പോണ നേരത്ത് ഉള്ളന്തിയിലുള്ള ആൾക്കാർ തന്നെ ആൺകുട്ടികൾ പിന്നാലെ നടന്നിട്ട് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിപ്പിച്ചു. അത് കണ്ടിട്ട് ഞാൻ നെഞ്ഞും കൊടുത്ത് കരഞ്ഞിട്ട് ഞാൻ മടക്കി പോയി. ഇങ്ങനത്തെ ഒന്നിന് ദൈവം എനിക്ക് തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. ഞാൻ കണ്ടിട്ട് അവരോടൊന്നും ഞാൻ പറയാൻ പോയില്ല. ഇനി ആരെന്നെ കുളയെ കുറിച്ച് കുറ്റം പറയണമെന്നുണ്ടെന്ന് വെച്ചെങ്കിലും മിണ്ടില്ല. ഞാൻ എൻ്റെതല്ലേ, ഞാൻ പ്രസവിച്ചതല്ലേ, എനിക്ക് കേൾക്കേണ്ട വിധി ഉണ്ടാവും എന്നുള്ളത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ദൈവത്തിനോടും കൊടുത്തിട്ട് പോകും. ഇപ്പൊ നമുക്ക് ദീപ്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പൊ ദീപ്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവം എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന അതിലേക്ക് സന്തോഷം. അന്നുണ്ടായ വിഷമങ്ങളൊക്കെ ഇപ്പൊ മാറി തോന്നുന്നു. വിഷമങ്ങളൊക്കെ എനിക്കിപ്പോൾ വിട്ടു. ഇനിയിപ്പോ ദീപ്തിയുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയാണ് കാണുന്നത് എന്താ ചോദിച്ചാൽ, അവള് ഇപ്പം നമ്മളൊന്നൊരു തീരുമാനപ്പെടുത്തിട്ട് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. അവരുടേതായിട്ടുള്ളൊരു തീരുമാനം ഞാൻ അന്നും പറയും ഇന്നും പറയും. എൻ്റെ ഇഷ്ടപ്പെട്ടുള്ളത് എനിക്ക് എന്താ തീരുമാനം, ആ തീരുമാനം എടുക്കും. അല്ലാണ്ട് ഞങ്ങളായിട്ടൊരു തീരുമാനം എടുത്താൽ അത് ശരിയാവുന്നതല്ല. ഒരു നാടും നോക്കി ചുറ്റിക്കറങ്ങുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവർക്കല്ലേ ഏറെക്കുറെ ആൾക്കാരെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം, നമുക്കറിയില്ലല്ലോ.